ആരിഫ് ഹുസൈൻ, സ്ത്രീയുടെ സന്ദർശനം നിലവിലുള്ള സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുമോ? ഏത് രീതിയിലായിരിക്കും സ്ത്രീ ഇനി ഇടപെടുക? എന്തായിരിക്കും ഭാരത സർക്കാർ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം? തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഇതിനകത്ത് ഇടപെടുന്നതിനൊരു 3 തലമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിലേറ്റവും പ്രധാനവും അതിൽ തന്നെ ഏറ്റവും ആദ്യവും ചെയ്യേണ്ട ആ തലം എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് തലം തന്നെയാണ്. അത് പരമാവധി ശ്രമിക്കുക. അതിൻ്റെ നെല്ലിപ്പലക കണ്ടാലും ശരി, അത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം മാത്രമാണ് സൈനികമായ നടപടികളിലേക്കൊക്കെ കടക്കേണ്ടി വരുള്ളൂ. അതോടൊപ്പം ഇപ്പോൾ നയതന്ത്ര ഇടപെടലുകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു തലമാണ് ഈ പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എന്ന് പറയുന്നത്. അതായത് അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു അങ്ങനെ വന്നിട്ടുള്ള ആളുകളായാലും ശരി, അല്ലാതെയുള്ള ആളുകളായാലും ശരി, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കുപോക്കുകൾ നടത്താനുള്ള ബാധ്യത അത് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് സൈനികമായ നടപടികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എടുത്തുചാട്ടം അത് നമ്മൾ എപ്പോഴും കരുതി വേണം നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത്, നമുക്ക് വിമാനമില്ലേ, നമുക്ക് ബോംബില്ലേ, എന്തുകൊണ്ട് അത് ഇട്ടുകൂടാ എന്ന് ചോദിക്കുന്ന തലത്തിലേക്ക് പോകുന്നത് അത് ശരിയല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുക. അതല്ല വൈസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഇതുപോലെ യുദ്ധത്തിലൂടെ അല്ലാതെ പരിഹരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി അവിടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പാകിസ്ഥാൻ വിഭജനം നടക്കുന്ന സമയത്ത് ജനിച്ചു വീണ 2 സ്ഥലങ്ങളാണ് ഈ പറയുന്ന പാകിസ്ഥാനും ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന, ഇന്ന് ബംഗ്ലാദേശ് എന്ന് വിളിക്കുന്ന സ്ഥലം ഉൾപ്പെടെ. അപ്പോൾ അതിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മൾ പിന്നെ ഏതെങ്കിലും വിധേന മറ്റേതെങ്കിലും ഒരു സ്ഥലത്തെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്തെ ആക്രമിക്കുകയോ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതായത് നമുക്ക് സൈനികമായ ശക്തി ഉണ്ടോ ഇല്ലയോ, ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് നമ്മളത് ചെയ്തിട്ടില്ല. അതേസമയം നമ്മൾ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ആ 1971 ആ ലിബറേഷൻ വാറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താ അവിടെ കാണുന്നത്? പാകിസ്ഥാൻ, അവിടെയുള്ള വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാനെ ഒപ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവര് സ്വാതന്ത്ര്യം വീണ്ടും നേടാൻ വേണ്ടി പോരാടിയത് ആരോടാണ്? സ്വന്തം കൂട്ടം എന്ന് അവർ വിശ്വസിച്ചിരുന്ന മറ്റൊരു രാജ്യം, അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു തലയിൽ നിന്നും കാല് യുദ്ധം ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു വിഷയത്തിന്റെ കാതലായ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ് സത്യത്തിൽ ഇപ്പോൾ ആര് തന്നെ അവിടെ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാലും അവർ ശ്രമിക്കേണ്ടത്. കാരണം ഇതിൽ ഒരു അടിസ്ഥാന പ്രശ്നം ഈ മതരാഷ്ട്രവാദത്തിനുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാൻ ഇന്ത്യ എത്രത്തോളം വൈകുന്നോ അത്രയും കണ്ട് ഈ വിഷയത്തിൽ എന്ത് തന്നെ ചെയ്താലും അത് ഒരു പുറമോടി ഉണ്ടാക്കുന്നതിന് തുല്യമായ കാര്യം മാത്രമായിട്ട് മാറും. ഇത് ഒരു ബംഗ്ലാദേശിലോ ഒരു പാകിസ്ഥാനിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മളിവിടെ പാലുവെട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, അതിനെ പരിഹരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളെ നമ്മൾ കുറ്റം പറയാനും അതിനെ തള്ളി പറയാനും ശ്രമിക്കുമ്പോൾ അതേ ജീൻസ് ഓടുന്ന, അതേ രക്തം ഓടുന്ന ആ ജന്തു അത് നമ്മുടെ രാജ്യത്തില്ലേ? ജമാഅത്ത് ഇസ്ലാമി അല്ലേ അത്? അവരുടെ വാർത്താ ചാനലുകൾ ഇവിടെ വമിക്കുന്ന ആ വിഷം, ഓരോ ദിവസവും ഈ അടുപ്പ് കൂട്ടി ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തുന്ന വിഷം നമ്മൾ കേൾക്കുന്നതല്ലേ? അപ്പോൾ അവിടെ അവർ ചെയ്യുന്ന ആ സംഗതികളെ മുൻനിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് അതിനെതിരെ ഒരു നീക്കം നടത്താൻ, അതിന് ഇവിടെ അനുവദിക്കാതിരിക്കാനുള്ള ഒരു നീക്കം നമ്മൾ നടത്തുന്നില്ല? എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു, ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ പോലും ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് പോലും അതിനെ തള്ളി പറയാൻ ഇവിടുത്തെ രാഷ്ട്ര നേതാക്കൾക്കോ ഭരണാധികാരികൾക്കോ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു തന്നെ കാര്യം ചെയ്താൽ അതൊരു പുറമൂടി വരുത്തുന്ന ഒരു പണി മാത്രമായിട്ട് ഒതുങ്ങും. അതുകൊണ്ട് ഒരു ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതും കൂടിയാണ് ഇവിടെ ആലോചിക്കേണ്ടി വരിക എന്നാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, വിദ്യാസാഗർ, വാട്ട് അബൌട്ട് യു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരിഫ് പറഞ്ഞ തന്നെയാണ് അതിന്റെ കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മത കേന്ദ്രീകൃതമായ മതം നിയന്ത്രിക്കുന്ന രാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ അപജയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ പെട്ടുപോകുന്ന ന്യൂനപക്ഷങ്ങൾ എന്ന ചെല്ലപ്പേൽ വിളിക്കപ്പെടുന്ന അടിമകൾ കൂടുതൽ അപകടത്തിലേക്കും ജീവഹാനിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കാഴ്ച കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഗവൺമെന്റുകളെ അതിലും ഭീകരമായ മറ്റൊരു ശക്തി നിയന്ത്രിക്കുകയോട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൊരങ്ങൻ കള്ളു കുടിച്ചിട്ട് തേള് കുത്തികളുണ്ടാവും. എന്നുവെച്ചാൽ അവന്റെ പരാക്രമത്തിന് യാതൊരു പരിധിയും ഉണ്ടാവില്ല. ഇവിടെ നടന്നിരിക്കുന്നത് ബാംഗ്ലാദേശിന്റെ ദുർബലമായ പരിതസ്ഥിതിയെ നന്നായി ചൂഷണം ചെയ്തുകൊണ്ട് ചൈന നടപ്പാക്കുന്ന പ്ലാൻ തന്നെയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. നേരത്തെ നമ്മുടെ ആദ്യം ചൈനയല്ലേ പിടിക്കേണ്ടത് വിദ്യാസാഗർ?
ഇപ്പൊ It's not ധാക്കയിൽ പോയി possible. It's not easy. ധാക്കയിൽ പോയി അതെ. ചർച്ച നടത്തിയിട്ട് കാര്യം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇപ്പോ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഞാൻ പല ബംഗ്ലാദേശിന്റെ കാര്യങ്ങളും ബ്രെയിൻ എന്ന് പറയുന്ന ചൈനയാണല്ലോ. നോട്ട് ഓൺലി ബാംഗ്ലാദേശ്, ഇപ്പൊ നോക്കൂ, ഇപ്പൊ പാകിസ്ഥാനിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇന്ത്യക്കെതിരെ വരുന്ന ഓരോ അടിയുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന മസ്തിഷ്കം ചൈനയുടേതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നമുക്കൊരു പ്രശ്നം പറ്റിയത് ചൈനയോട് എന്തോ എനിക്കറിയില്ല, അത് പലപ്പോഴും നേരത്തെ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു ചൈന അത്ര വലിയ ഇതായിട്ട് നമ്മൾ ത്രെട്ടായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നി. സത്യത്തിൽ ചൈനയുടെ ത്രെട്ട് വളരെ വലുതല്ലേ. അത് അവരെ നിയന്ത്രിക്കാൻ അന്താരാഷ്ട്ര സമൂഹങ്ങൾക്ക് പോലും സാധിക്കാത്ത രീതിയിലാണ് ചൈനയുടെ ഭീകരമായ, തമിഴിൽ പറഞ്ഞ അസുരന്മാരുടെ വളർച്ച പോലെയാണ് ചൈനയുടെ വളർച്ച ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ചൈനീസ് നിർമ്മിതമായ ഉത്പന്നങ്ങൾ, ചൈനീസ് നിർമ്മിതമായ പലതും ഭാരതത്തിൽ ഇപ്പോഴും നിർബാധം ഇറക്കുമതി ചെയ്യുകയും ചൈനയ്ക്ക് വലിയൊരു മാർക്കറ്റുള്ള രാജ്യം കൂടിയാണ് നമ്മുടെ രാജ്യം. എന്നുവെച്ചാൽ ഒരു തരത്തിലും ചൈനയെ ഒരു തരത്തിലും നുള്ളി നോവിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ദൃഢവും സങ്കീർണവുമായ ഒരു ബന്ധവുമാണ് ചൈനയായിട്ടുള്ളത്. അപ്പൊ ചൈനയെ പെട്ടെന്ന് പിണക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പല കാര്യങ്ങളെയും ബാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ തിളക്കത്തിന്റെ, മോഡിയുടെ ആ തിളക്കത്തിന്റെ എല്ലാം പിന്നിൽ ചൈനയുടെയും ഒരു സാമ്പത്തികമായ കരമുണ്ടെന്ന കാര്യം വിസ്മരിച്ചുകൂടാ. അപ്പൊ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോട് യുദ്ധം പ്രഖ്യാപിച്ചാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്രമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചാലും ഒക്കെ അതിന്റെ പ്രത്യാഘാതം, നേരത്തെ അത് മോഹൻ സാർ നേരത്തെ പറഞ്ഞല്ലോ, പ്രത്യാഘാതം വളരെ വളരെ വലുതായിരിക്കും. കേവലം ഒരു അഭയാർത്ഥി കുത്തൊഴുക്കുണ്ടാവുക എന്നുള്ളതിലുപരി ഭാരതം വളരെയധികം സാമ്പത്തികമായിട്ട് പിന്നാക്കം പോകാനുള്ള സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെട്ടേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ആഭ്യന്തര കാര്യങ്ങളിൽ, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ 2021 ഇലക്ഷനോടനുബന്ധിച്ച് മമതാ ബാനർജിയും കൂട്ടരും കൂടി ബംഗാളിൽ നടത്തിയ ഒരു കൂട്ടക്കുരുതി അങ്ങേക്ക് ഓർമ്മയുണ്ടാവും. വളരെ വലിയൊരു ആക്രമണം അഴിച്ചുവിട്ടിരുന്നവർ. അതിൽ ബാംഗ്ലാദേശികളായിട്ടുള്ള ജിഹാദികൾ പങ്കെടുത്തിരുന്നു എന്ന കാര്യം വളരെ സുവ്യക്തമാണ്. കാരണം അത്രയധികം ടാർഗറ്റഡ് ആയിട്ടുള്ള BJP, യുവമോർച്ച, ഹിന്ദു മുന്നണി അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ പ്രവർത്തന അങ്ങനെ ആൾക്കാരെ മാത്രം വീടുകളാണ് തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഈ അഗ്നിക്കിരയാക്കുകയും ചെയ്തത്. അവരിൽ പലരും ഇപ്പോഴും ഡൽഹിയിൽ താമസിക്കുകയാണ്. 2024 കഴിഞ്ഞു, ഇപ്പൊ കഴിയാനായി, ഡിസംബർ ആയല്ലോ, 2025 പിറക്കാൻ പോവാണ്. ഇത്ര വർഷമായിട്ട് അവരെ തിരിച്ച് നമ്മുടെ നാട്ടിലെ ബംഗാളിൽ പോലും തിരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ പരിശോധിക്കാം, ഇത് വസ്തുതയാണ് പറയുന്നത്, വെറുതെ നുണ പറയല്ല. 2021 നടന്നിട്ടുള്ള മമതാ ബാനർജിയുടെയും ജിഹാദികളുടെയും കൂടെ ഉള്ള ആക്രമണത്തിൽ വീട് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അംഗവൈകല്യം വരികയോ ഒക്കെ ചെയ്തവരൊക്കെ ആ സ്ഥിതിയിൽ നിന്നും തരണം ചെയ്യുകയോ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുകയോ ചെയ്യാത്ത രീതിയിൽ ആട്ടി ഓടിക്കപ്പെട്ട ഒരു രാജ്യത്തിരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തൊക്കെ എത്രയൊക്കെ നമ്മൾ ഭീമമായ അച്ചീവ്മെന്റ്സ് പറഞ്ഞാലും ഇവിടെ സ്വജനങ്ങളെ രക്ഷിക്കാനുള്ള കർമ്മങ്ങളിൽ പോലും ജാഗ്രതയുണ്ടോ എന്നെനിക്ക് ഖേദകരമായ ഒരു വസ്തുത ഉണർത്തിക്കാനുണ്ട്. മണിപ്പൂരിൽ സത്യം പറഞ്ഞാൽ ക്രിസ്തുമതത്തെ പിണക്കണ്ട എന്നൊരു കാര്യം കൊണ്ട് മാത്രമാണ് അവിടേക്ക് പട്ടാളത്തെ അയക്കാത്തത്. അത്രയ്ക്കും വളരെ വഷളായ മതഭീകരാക്രമണമാണ് അവിടെ കത്തോലിക്ക സഭ അഴിച്ചുവിടുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടും കേവല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നമ്മൾ അവരെ പിണക്കണ്ട എന്നോർത്ത് ബിഷപ്പ് ഹൗസിന് കാവൽ നിന്നാൽ അതും പ്രശ്നം തന്നെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ വാദം, ജീവിക്കാനുള്ള അവകാശം ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനും സിഖിനും പാർസിക്കും എല്ലാം ഒരുപോലെയാണ്, മതമില്ലാത്തവനും ഒരുപോലെയാണ്. ആ അവകാശത്തെ സംരക്ഷിക്കുക എന്നതിലുപരി ചിലയിടത്ത് ഇലക്ഷൻ വരുമ്പോൾ പ്രീണിപ്പിക്കുകയും അത് കഴിഞ്ഞാൽ മറക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ ഇത് തന്നെയാണ് ബാംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ബാംഗ്ലാദേശി ജിഹാദികളെ മോട്ടിവേറ്റ് ചെയ്ത് അക്രമത്തിൽ അഴിച്ചുവിടുന്നവർ നാളെ അവർ പട്ടിണി കിടന്ന് ചാവുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നടക്കും. കാരണം ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഭാരതത്തിന്റെ തിരിച്ചടി ആ തരത്തിലായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്കും അവിടെ ക്ഷാമം വരാൻ പോവുകയാണ്. ബാംഗ്ലാദേശ് ഒരു വലിയ ക്ഷാമ രാജ്യമായി മാറുകയും അവരുടെ എല്ലാ ഐശ്വര്യം നഷ്ടപ്പെടുകയും ഈ പാവപ്പെട്ട ജനങ്ങളുടെ ചോര കുരുതി അതിന്റെ ഫലം അവിടെയുള്ള ഇപ്പോഴത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റി തന്നെ അനുഭവിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള പ്രധാനപ്പെട്ടതും ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് കാരണം മതരാഷ്ട്രവാദമാണ്. മതരാഷ്ട്രവാദം അത്യന്തം അപകടമാണ്. വിശേഷിച്ച് ഇസ്ലാമിക മതരാഷ്ട്ര സങ്കല്പം മറ്റ് മതരാഷ്ട്ര സങ്കല്പങ്ങളെക്കാൾ സുദൃഢമാണ്, സുവ്യക്തമാണ്, എഴുതപ്പെട്ടതാണ്. അപ്പോ ആ രാഷ്ട്ര സങ്കല്പം തന്നെ ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പത്തിൽ മറ്റ് മതങ്ങൾക്ക് ജിമ്മി സ്റ്റേറ്റസ് ആണ്. ഇപ്പോ മുഗളന്മാര് പാലായിരുന്നു, പഞ്ചസാരയായിരുന്നു, തേനായിരുന്നു പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ട്. മുഗളന്മാരുടെ കാലത്താണ് എല്ലാ ഹിന്ദുക്കളും ജിസിയ അടച്ചിരുന്നത്. അവിടെ പോയി അപമാനിതരായി മത ടാക്സ് ആണത്. ഇസ്ലാം മതത്തിന്റെ നിയമത്തോടുകൂടി ഭരിക്കുന്ന ഒരു രാജ്യത്തിൽ മറ്റു മതസ്ഥർ അവരുടെ വിശ്വാസം പിന്തുടരുന്നതിന് ടാക്സ് അടയ്ക്കണം, കരം കൊടുക്കണം. അതാണ് ജിസിയ. നിങ്ങൾക്ക് ചരിത്രരേഖകൾ പരിശോധിക്കാം. അപ്പോ മുഗളന്മാർ ഇത്രയും കാലം ഭരിച്ചിട്ട് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലെന്ന് ചോദിച്ചാൽ
നമുക്കുണ്ടായിട്ടുള്ള ലോസ് വളരെ വലുതാണ്. അപമാന ഭാരം പേറിയാണ് ഓരോ ഹിന്ദു ജീവിച്ചിരുന്നത്. ആ സമയത്താണ് ഛത്രപതി ശിവാജി മഹാരാജ് ഉണർന്നെഴുന്നേറ്റ് വലിയ യുദ്ധം പ്രഖ്യാപിക്കുകയും പേഷ്വ പ്രധാനമന്ത്രിമാരുടെ യുദ്ധതന്ത്രങ്ങളിൽ മുഗളന്മാരുടെ കോട്ടകൾ തകർന്നു വീഴുകയും ചെയ്തത്. അപ്പോൾ യുദ്ധം അക്കാലത്ത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ചൈനയുടെ ട്രേഡ് ലിങ്ക്സ് നമുക്കുണ്ട്, ചൈനയുമായിട്ട് നയതന്ത്ര വിഷയങ്ങളുണ്ട്. അപ്പൊ എളുപ്പത്തിൽ ചൈനയെ പിണക്കാൻ പറ്റില്ല. എന്തിന് ബാംഗ്ലാദേശിനെ പോലും ഒരു കല്ലെടുത്തെറിയാൻ നമുക്കിപ്പോ പറ്റില്ല. കാരണം നമ്മൾ വലിയൊരു ചില്ല് കൊട്ടാരത്തിൽ കഴിയുന്നവരാണ്. എന്നുവെച്ചാൽ വളരെ വലിയൊരു മാൻഷൻ. തെരുവിൽ കിടക്കുന്ന തെണ്ടിക്കൊന്നും നഷ്ടപ്പെടാനില്ല. വലിയ കൊട്ടാരത്തിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ മതിയല്ലോ. ആ രീതിയിലാണ് ഭാരതത്തിന്റെ അവസ്ഥ. വളരെ സങ്കീർണമായ ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷനാണ്. നേരത്തെ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ ഓരോ ചുവടുവെപ്പും അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം അല്ലേ? അതെ. സുശക്തമായ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തോട് എനിക്കുണ്ട്. പ്രസ്താവനകളെക്കാൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞാനിപ്പോ പറഞ്ഞല്ലോ. മമതാ ബാനർജി അതിർത്തി കടത്തി എത്ര പേരെ കൊണ്ടുവന്നിരിക്കുക. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു 4000 കിലോമീറ്ററിലുള്ള അതിർത്തി എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അത്രയും മതിൽ കെട്ടിയിട്ടില്ല. എത്ര പേരെ മമത കടത്തി കൊണ്ടുവന്ന് കാണും. നമ്മുടെ പിണറായി വിജയേട്ടൻ വരെ അവിടുന്ന് കടത്തി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആധാർ കാർഡ് കൊടുക്കാനും ഇലക്ഷൻ ഉപയോഗിക്കാനും വേണ്ടി. മമത പിണറായി വിജയന്റെ മുത്തശ്ശിയാണ് ആ കാര്യത്തിൽ. അവര് 1000 പേരെ കേരളത്തിൽ നമ്മൾ സ്നേഹത്തോടെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ഈ ബംഗാളികളിൽ ഭൂരിപക്ഷം ബംഗ്ലാദേശികൾ തന്നെയാണ്. അല്ലാതെ പുറത്തു വന്നതുമാണല്ലോ. കാരണം അവർക്ക് ആധാർ കാർഡ് ഉൾപ്പെടെയുണ്ട്. ആധാർ കാർഡുണ്ട്, അവർക്ക് എല്ലാം ഉണ്ട്. പിന്നെ എല്ലാ തരത്തിലും അവരെ സംരക്ഷിക്കുന്ന അതിഥി തൊഴിലാളികൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ അല്ലെങ്കിൽ മമതയെ പോലെയുള്ള ജിഹാദി മൈൻഡ് സെറ്റ് ഉള്ളവരൊക്കെ ഇങ്ങനെ ആളുകളെ കടത്തി കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനെ മാത്രമല്ല, അകത്ത് അസ്ഥിരപ്പെടുത്തുക മാത്രമല്ല, ഏത് നിമിഷവും ഒരു വലിയ ബിഗ് സ്കെയിൽ കലാപം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവരുടെ വളർച്ച. ഇത് രാജ്യം തിരിച്ചറിഞ്ഞ് തടഞ്ഞേ പറ്റൂ. ഓക്കെ.